അപ്പോൾ സമയം രാവിലെ 5 മണി. നമ്മുടെ മോർണിംഗ് റൈഡ് ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് പാലാ ഭാഗത്തേക്കാണ് പോകുന്നത്. 6 മണിയാകുമ്പോഴത്തേനും പാലായി ചെല്ലണം. 20 കിലോമീറ്റർ ഉണ്ട്. എത്തുമോ? ചെറിയ ക്ലൈമ്പൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുവാണേ. മൊത്തം കോട കേട്ടോ. അതുകൊണ്ട് റോഡൊന്നും അത്ര മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ 6:15 കൂടി പാലാ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പാലാ ടൗണിൽ കയറി കേട്ടോ. 21 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആവറേജ് ഒരു 18 കിലോമീറ്റർ വെച്ചാൽ പോകുന്നത്. കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് നമ്മുടെ റോമി ബ്രോ കൂടെയാണ് കേട്ടോ. ബ്രോ ലേറ്റായോ? ഗുഡ് മോർണിംഗ്. കയറ്റണ്ടായിരുന്നോ? എനിക്ക് അത്രയും ഇല്ലായിരുന്നു. എന്നാലും എനിക്ക് 25 കിലോമീറ്റർ ആയില്ല. 300 മേലുണ്ട് എലിവേഷൻ. ആ ഓക്കെ. 25 ആയില്ലല്ലേ? എനിക്ക് 21 കിലോമീറ്റർ അപ്പൊ തന്നെ 300 മേളിലായി എലിവേഷൻ. അത്യാവശ്യം കയറ്റമുണ്ട്. ഇത് പാലാപ്പള്ളി അല്ലത്? ഇത് കുരിശുപള്ളിയാ? കുരിശുപള്ളി. ആ നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. ഇതിന് മേളിൽ കയറാലോ അല്ലേ? ലിഫ്റ്റ് കാണാമായിരിക്കും. ക്ലോക്കിൽ സമയം കറക്റ്റ് അല്ല. അപ്പോൾ ഇത് പാലാപ്പള്ളിയുടെ കുരിശുപള്ളി കേട്ടോ. അപ്പോൾ നമ്മൾ പാലായിൽ നിന്ന് നേരെ പോകുന്നത് വിളക്കുമാടെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടോ. അവിടെ ഒരു 300 വർഷത്തിൽ മേളിൽ പഴക്കമുള്ളൊരു മേടയുണ്ട്. അപ്പോൾ ആ മേട കാണാൻ വേണ്ടിയിട്ട് പോകാട്ടോ. ഓക്കെ. ഇത് കൊട്ടാരമറ്റത്തുനിന്ന് ലെഫ്റ്റ്. ഇത് പൈക റൂട്ടാണോ? ആ ഇതിലേം കയറിയിട്ടില്ല. പക്ഷെ വേറൊരു പാലം ഉണ്ടല്ലോ നമ്മുടെ പൊൻകുന്നം റൂട്ടിലേക്ക് പോകണം. ഇതല്ലേ? അത് നമ്മളെ നിന്നതിന്റെ അവിടെ വന്നപ്പോൾ കണ്ടു ശ്രദ്ധിച്ചില്ലേ? ഒരു ബാരിക്കേഡൊക്കെ വെച്ച്. ഓക്കെ. ആ ഞാൻ ആ പാലം തിരിയണമെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അതിലെ പോയി ഇച്ചിരി ക്ലൈമ്പും ഉണ്ട്. അതെ അല്ലേ? ഇച്ചിരി ഇതുണ്ട് ആൾക്കാർ. ഓക്കെ. ഇത് 2 കിലോമീറ്റർ ഈ ബൈപ്പാസ് പോലെ. അപ്പോൾ പൈകയാട്ടോ. പൈകന്ന് തിരിയണം അല്ലേ? ഓക്കെ. പാലാ പൊൻകുന്നം റൂട്ട്. ഇവിടുന്ന് പിണ്ണക്കനാടെന്ന് പറഞ്ഞ റൂട്ടാട്ടോ നമുക്ക് പോകണ്ടേ. പിണ്ണക്കനാട് 7.5 കിലോമീറ്റർ. അത്രയും ദൂരം ഇല്ലല്ലോ അങ്ങോട്ട്. അപ്പോൾ പാലായിൽ നിന്ന് പോന്നിട്ട് പൈക ടൗണിൽ നിന്ന് പിണ്ണക്കനാട് റൂട്ട് ഇവിടുന്ന് ലെഫ്റ്റ്. ഗൂഗിൾ മാപ്പിലുള്ള സ്ഥലം കേട്ടോ. ഇതാ വിളക്കുമാടം. അതല്ലേ ഇത് ബോർഡ് നോക്കി. വിളക്കുമാടം കുരിശുപള്ളി ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്തി കേട്ടോ. അപ്പോൾ പൈക കഴിഞ്ഞ് പിണ്ണക്കനാല് റോഡ് പോകുന്നത് വിളക്കുമാടത്ത് നിന്ന് വീണ്ടും ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെ അല്ലേ? നേരെ മറ്റേ മുണ്ടക്കയം റൂട്ട്. ഭരണങ്ങാനം നേരെ മൊത്തം ഇരുണ്ട് മൂടിയ പോലെ. അതിൻ്റെയാ. നല്ല കിടിലൻ ക്ലൈമ്പാ. ഗ്രേഡ് എത്രയാ ബ്രോ ക്ലൈമ്പിൻ്റെ? അടിപൊളി. ഗാർമി ഉള്ളതുകൊണ്ട് ഇതൊക്കെ അല്ലേ സിമ്പിളായിട്ട് അറിയാം. അടിപൊളി. നല്ല ക്ലൈമ്പാട്ടോ. പിന്നല്ലാതെ ഇതൊക്കെ ഒന്നുമല്ല നമ്മൾ ക്ലൈമ്പ് ചെയ്ത് വെച്ച്. തീരുന്നില്ല കേട്ടോ. തിരിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോഴാണ് കയറ്റത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാകുന്നല്ലേ. ഇതുണ്ടോ ഇവിടെ നേരെ അവിടെ തീരുവാ. ഇത് ചോദിക്കണം ആരുടെയല്ലോ. ചോദിക്കണായിരുന്നു. മേട. അതെ തന്നെ മേട. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റിപ്പോയിട്ടോ. കാര്യം പറഞ്ഞാൽ വലിയ കയറ്റം കയറി വന്നതാണ്. ഇറങ്ങാൻ തുടങ്ങും. അന്നേരം ചെറിയ ഡൗട്ട് തോന്നി ഗൂഗിൾ മാപ്പിൽ. നമ്മള് അവിടുന്ന് തിരിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരെ പോകാം. അത് തന്നെ. ആ വഴി ആർന്ന് പോകണ്ടല്ലേ? ഗൂഗിൾ മാപ്പില് ഷോർട്ട് കട്ട് ആണല്ലോ കാണിക്കുന്നത്. ചെറിയ ഓഫ് റോഡ് ആട്ടോ. ഒന്നും നോക്കണ്ട. നമ്മുടെ ഇവിടെ പിന്നെ ഓഫ് റോഡല്ലേ ഉള്ളൂ. ചേച്ചി ആ മേട ഒത്തിരി ദൂരം ഉണ്ടോ? ഉണ്ടല്ലേ? ഇങ്ങനത്തെ വഴി തന്നെയല്ലേ?
ആ നല്ലൊരു ട്രാക്കാ. ഓ അതാണ് കാണിക്കണ്ടേ ബ്രോ ഫ്രണ്ടിൽ കയറി. അയ്യോ അയ്യോ എൻ്റെ പൊന്നെ. അയ്യോ അടിച്ചിട്ട് അതൊന്ന് വീഡിയോയിൽ കാണാനായിരുന്നു. റോഡ് ബൈക്ക് കൊണ്ട് ആരാ പറഞ്ഞ ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ലെന്ന്? ഇതേ പോകണല്ലോ കൂളായിട്ട് തീർന്നു. ആ അയ്യോ ആ പായൽ പിടിച്ചെടുക്കാം തെന്നും. ശരി വന്നേ. ആ അവൻ്റെ വര വേണ്ടപ്പോൾ ഞാൻ അതൊക്കെ അടിക്കാൻ വന്നായിരിക്കുന്നത്. കണ്ടം വഴി ഓടി. ആ പട്ടിയാണോ കുറുക്കനാണോ ഡൗൺ ഉണ്ടല്ലേ ബ്രോയ്ക്ക് തോന്നി അങ്ങനെ? അല്ല അതെ അതെ എനിക്ക് അല്ല ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ. എൻ്റെ മുഖം കണ്ടോ? മുഖം പാലും അവൻ്റെ കുറുക്കനാണെന്ന് എനിക്കും ഡൗട്ട്. ഞാനിങ്ങനെ ഓർത്തോളാം കോട കിട്ടിയില്ലെന്ന് വേണ്ട. ഇത് മൊത്തം പായൽ പിടിച്ചിടക്കും തെന്നും. ആ തെന്നുന്നുണ്ട് കേട്ടോ. ആ ഉണ്ട് ചെറുതായിട്ട് തെന്നുന്നുണ്ട്. ആ റോഡ് ബൈക്കിനെ ഗ്രിപ്പില്ലാത്തതുകൊണ്ട്. സ്ഥലമെത്തി. ആ അടിപൊളി അല്ലേ? ആ ടാറല്ല കോൺക്രീറ്റ് അല്ലേ? ആ ആ ആ നമുക്കേ വഴി എവിടെ തെറ്റിയെന്നറിയോ? അതെ 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 അതിലേ വരണ്ടേ. നമ്മൾ നേരെ ബാക്കിൽ നിന്ന് ഇറങ്ങി വന്നേ. അപ്പോൾ നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന ഇതാട്ടോ മേട എന്ന് പറയുന്നത്. മേട അല്ലെങ്കിൽ നെല്ലറ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു മേട ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത നിർമ്മിതി തന്നെ കേട്ടോ. കാരണം വെച്ചാൽ ഇതിനൊരു 300 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. 300 വർഷം എന്ന് പറയുമ്പോൾ ആലോചിക്കുക എത്ര തലമുറ പിന്നിലാണ്. ഈ ഒരു മേട വിളക്കുമാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലം നമ്മൾ വിളക്കുമാടം കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇച്ചിരി മാറിപ്പോയി. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് വന്നതിന് കുറച്ച് ഓഫ് റോഡ് കുറച്ച് അഡ്വഞ്ചറൈസ് ആയിട്ടാണ് നമ്മൾ വന്നത്. ഈ മേടയുടെ ഫ്രണ്ടിൽ കൂടെ കിടക്കുന്ന വഴിയാണ് മെയിൻ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം ഈ ഒരു മേട സ്ഥിതി ചെയ്യുന്നതിൻ്റെ പുറകെ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ തോട് ഇതിന് പൊന്നൊഴുകും തോടെന്നാണ് കേട്ടോ പറയുന്നത്. ആ തോടിൻ്റെ കരയിലാണ് മേട സ്ഥിതി ചെയ്യുന്നത്. മേട എന്ന് പറഞ്ഞാൽ ശരിക്കും നെല്ലറ മേട ഇതൊക്കെ സെയിം തന്നെ കേട്ടോ. അതായത് പണ്ട് ഇതൊരു വലിയൊരു പാടശേഖരമായിരുന്നു. അതും ഇപ്പോഴും അതിൻ്റെ തെളിവായിട്ടൂടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഏരിയ കംപ്ലീറ്റ് പാടശേഖരമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നെല്ലും വിത്തും അതുപോലെ തന്നെ പണിയായുധങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് 300 വർഷം മുന്നേ പണിതൊരു മേടയാണിത്. പൊന്നൂസ് കള്ളിവയൽ എന്ന് പറഞ്ഞൊരു ആൾ അന്ന് ആ ഒരു സമയത്ത് ഇവിടുത്തെ വലിയൊരു സമ്പന്നനായിരുന്നു ആൾ പണിതാട്ടോ. ഇപ്പോഴും ഈ ഒരു മേട ഒരു കള്ളിവയൽ ഫാമിലിയുടെ അവരാട്ടോ ഇത്. അവരുടെ പേരിലാണ് ഈ ഒരു മേട ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നത് കേട്ടോ. ഇതിനൊരു 300 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതിനങ്ങനെ കേടുപാടുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. വെട്ടുകല്ലും തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. പിന്നെ ചെറിയ രീതിയിൽ പ്ലാസ്റ്ററിങ് ഒക്കെ അങ്ങനെ ഇളകിപ്പോയിട്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരുപാട് കേടുപാടൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണിയുന്ന ബിൽഡിംഗ് ഒക്കെ ഇത്രയും വർഷമൊക്കെ നിൽക്കുമോ ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് ഈ ഒരു മേടയുടെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. അകത്തെന്ന് പറഞ്ഞാൽ 2 നിലയാണുള്ളത്. താഴത്തെ ഒരു നില കണ്ടില്ല, അങ്ങനെ 2 നിലയിലാണുള്ളത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗത്ത് കയറി ഇങ്ങനെ നടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതാണ് മുൻവശം. മുന്നിൽ തന്നെ 2 വാതിലുണ്ട്. ഇവിടെയായിട്ട് 2 വാതിൽ കാണാം കേട്ടോ. അത് പൂർണ്ണമായിട്ടും തടിയിൽ നിർമ്മിച്ചേക്കുന്ന വാതിലാണ്. ആ തടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഒരു കാലപ്പഴക്കമൊക്കെ അറിയാൻ പറ്റും. എന്നാലും കണ്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു പൂട്ടൊക്കെ കണ്ടില്ലേ. ഇങ്ങനെ 2 വാതിലുകളാണുള്ളത്. പക്ഷെ മൊത്തം ഭിത്തിയൊക്കെ വരച്ച് കുത്തിയൊക്കെ പറയാതെ മോശമാക്കിയിട്ടേക്കും കേട്ടോ. അങ്ങനെ 2 നിലയുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ താഴെ ഒരു നില പോലെ ഇതിൻ്റെ ചുറ്റും നമുക്ക് നടക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു അറ കാണാം. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ 2 സൈഡിലേക്കും ഓപ്പണിങ് വരുന്ന ഒരു അറയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് വിത്ത് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ വിത്ത് ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇത് 2 നിലയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 റൗണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു താഴത്തെ നിലയിലാണ് നെല്ല് സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ മേളിൽ കാണുന്ന അതിലാണ് പണിയായുധങ്ങളും സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ മേളിൽ നമുക്ക് കയറാൻ പറ്റും. ഈ ഡോർ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കൊണ്ടാണ്. അതും പൂർണ്ണമായിട്ടും അതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തേക്കുന്ന തടി ഉപയോഗിച്ചിട്ടാട്ടോ. ആ തടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ആട്ടോ നിൽക്കുന്നത്. അങ്ങനെ വലിയൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ കേടുപാടുകളൊന്നും അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല. അത് കണ്ടോ, അത് മൊത്തം വെട്ടുകല്ലാട്ടോ. അപ്പോൾ ഈ വെട്ടുകല്ലിൽ ഈ ഒരു പൊന്നൊഴുകും തോട്, ഇതിൻ്റെ പുറയിലാണ് ആ ഒരു തോടുള്ളത്. ഈ തോട്ടിൽ നിന്നൊക്കെ ചെത്തി എടുത്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അറയുടെ എന്താണ് വിത്ത് സൂക്ഷിക്കുന്ന അവിടെ
അത്യാവശ്യം ഒരു മുറിയുടെ അത്രയും വലിപ്പമുണ്ട്. ആണല്ലേ? ഓ, തല ഇടിക്കുമല്ലേ? തല ഇടിക്കും. നല്ല ഇരുട്ടാട്ടോ. കയറി പോരെ പോരെ. ഇരുട്ടാ, മൊത്തം തടിയാണ്. ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ തടിയാണ്. ബിയർ കുപ്പി മൊത്തം, ബിയർ കുപ്പി മൊത്തം ആൾക്കാർ വന്ന് വേസ്റ്റൊക്കെ ഇട്ട് കൂട്ടുന്ന സ്ഥലമാണ്. കയറണ്ടോ? അപ്പം ഞാൻ വിചാരിച്ചു അവിടുന്ന് ഒരു വാതിലുണ്ടല്ലോ, അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ കാണാൻ പറ്റുന്ന. അപ്പോൾ 2 മുറിയാട്ടോ, താഴെ 2 അറയുണ്ട്. ആ പോരെ ഇങ്ങനെ പോരെ, ധൈര്യമായിട്ട് പോരെ. ഇരുട്ടാ മൊത്തം. ഞാനും കൂടെ കയറി കഴിഞ്ഞപ്പോൾ ഇരുട്ടായല്ലോ. ആ പാമ്പ് വല്ലതും ഉണ്ടോ? ഒരു മൂർക്കൻ ചീറ്റ് നോക്കി ആലോചിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് വെച്ചേക്കുന്നത്. തലക്കെട്ട് കിട്ടില്ല. തലേന്ന് കിട്ടുന്നില്ല. എന്നിട്ട് കേറിട്ട് വലിയ കാര്യമില്ല. ആ ഇല്ല. പിന്നെ അങ്ങോട്ട് പോകണം. അപ്പർ സൈഡിൽ നിന്ന് കയറാം. പക്ഷെ അപ്പർ സൈഡിൽ ഇത്ര ഹൈറ്റ് ഇല്ല. അങ്ങനെ അകത്തേക്ക് പോകണം. ആ കാരണം വെച്ചാൽ ഇതിന്റെ എലിയൊക്കെ കയറി കഴിഞ്ഞാൽ എലീനെ പിടിക്കാനൊക്കെ ആയിട്ട് പാമ്പ് കയറും. അങ്ങനെ ഒരു റിസ്ക് അല്ലേ? ഉള്ള കാട് മൊത്തം കയറിയിട്ട് ഇതുവരെ പാമ്പിന് പിടി കൊടുത്തിട്ടില്ല. കയറി ഇവിടെ വന്നിട്ടായിരിക്കും. നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാറുണ്ടല്ലേ ബ്രോ? നൈസ് സ്ഥലം കേട്ടോ. പക്ഷേ ഇത് മൊത്തം കൊണ്ട് വൃത്തിയിടാക്കി ഇട്ടേക്കണേ. കഷ്ടം കേട്ടോ. ഫുള്ള് ഇവിടെ വേസ്റ്റ് അല്ലാതെ ഒന്നും കാണാനില്ല. അത് തന്നെ. ആ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് പാലായിലെത്തി കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ സ്ഥിരം അപ്പം മുട്ടക്കറി കേട്ടോ. ഞാനത് ഉഴുന്നുവട പറയണ്ട. ബ്രോയ്ക്ക് വട വേണോ? സാധാരണ ദോശയ്ക്ക് വട പറയാറില്ല, വട ഇരിക്കട്ടെ. അപ്പം മുട്ടക്കറിയാണ് സ്ഥിരം ഐറ്റം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ റോമി ബ്രോ ഈ കുറവലങ്ങാട് റൂട്ട് പോവുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് രാമപുരം ചെന്നിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പം ഓക്കെ, ബൈ ബ്രോ. അപ്പോൾ അങ്ങനെ പാലാ റൂട്ടിൽ നിന്ന് നേരെ രാമപുരം വന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് നേരെ കയറിയിട്ട് ഇനി 10 കിലോമീറ്റർ ഉണ്ട്. കാര്യം പറഞ്ഞാൽ നല്ല വെയിലാട്ടോ. വെയിലടിച്ചിട്ട് ചെറിയൊരു തലവേദനയുടെ ഒരു ആരംഭമുണ്ട്. വെയിലത്ത് വന്നുകൊണ്ട് നല്ല വെയിലാട്ടോ. സമയം 10 മണിയായി. കുറേ ലേറ്റായി. അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തോട്ടോ, അതാ പറ്റിയത്. പിന്നെ എന്താ പറയുക, ഒരു 300 വർഷം പഴക്കമുള്ളൊരു നിർമ്മിതിയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പം എന്താ അല്ലേ, അത് ഒന്നും പറയാനില്ല കേട്ടോ. 300 വർഷം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, അന്നത്തെ ആ ഒരു ടൈമിലൊക്കെ ആ ഒരു സ്ഥലമൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ. പിന്നെ ആളുകൾ. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ അത് ഗൂഗിൾ മാപ്പിലുണ്ടെന്നാലും അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.